പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 സെപ്റ്റംബർ മാസം 7-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചതിനായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ്, കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം, ആരോഗ്യത്തോടെ സൂക്ഷിച്ചതിന് സ്തോത്രം, ആവശ്യങ്ങളിൽ കൂടെ ഇരുന്നതിന് സ്തോത്രം, യഹോവ ഈരയായി ഞങ്ങളുടെ കൂടെ ഇരുന്നതിന് സ്തോത്രം, യഹോവ റാഫയായി ഞങ്ങളെ സൗഖ്യത്തോടെ നടത്തിയതിന് സ്തോത്രം, ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ ദൈവ കൃപയ്ക്ക് സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നു, കർത്താവിൻ്റെ കൃപയാലെ ഞങ്ങൾ ഉറങ്ങി. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് അപ്പാ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം, അങ്ങ് ഞങ്ങളെ ജയത്തോടെ നടത്തുന്നതിന് സ്തോത്രം, അങ്ങ് ഞങ്ങളെ ഈ ഭൂമിയിൽ ഒരു അത്ഭുതമാക്കി വെച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. പിതാവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു, ആ ക്രൂശ് മരണത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി ആമേൻ യേശുവിനെ തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ഞങ്ങൾക്ക് വേണ്ടി മരിച്ച്, യേശു ഞങ്ങൾക്ക് വേണ്ടി അടക്കപ്പെട്ടു, യേശു ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ആ യേശു ഞങ്ങളുടെ കർത്താവാകിയാൽ സ്തോത്രം, ആമേൻ, രാജാവാകിയാൽ സ്തോത്രം. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് സ്തോത്രം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. വി ലവ് യു ജീസസ്, വി ലവ് യു ജീസസ്. അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്. സങ്കീർത്തനം അതിൻ്റെ 3-ാം സങ്കീർത്തനം 3-ാം വാക്യം. അങ്ങോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. 8-ാമത്തെ വാക്യം. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, കർത്താവിൻ്റെ അനുഗ്രഹം കർത്താവിൻ്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അങ്ങനെ പ്രത്യേക കൃപയുണ്ടാകട്ടെ. പ്രത്യേകിച്ച് തലയ്ക്ക് ഉച്ചിഭാഗത്ത് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, അതായത് ആ തലയുടെ നടുഭാഗത്ത് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ആ വേദന എന്നേക്കുമായി അവരുടെ ആ തലയിൽ നിന്ന് വിട്ടുപോകട്ടെ. അതുപോലെ കർത്താവേ, ഈ പ്രഭാതത്തിൽ നെർവ് കംപ്രഷൻ മുഖാന്തരം കാലുകൾക്കും കൈകൾക്കും പെരുപ്പ് അനുഭവപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, പൂർണ്ണ സ്വസ്ഥത ഉണ്ടാകട്ടെ. അതുപോലെ എല്ലാ മറവി രോഗങ്ങളും ഇന്ന് ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. മറവികൾ മാറിപ്പോകട്ടെ, മറവികൾ മാറിപ്പോകട്ടെ. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ അവരെ സൗഖ്യമാക്കുന്നു. അതുപോലെ ശരീരത്തിനുള്ള എല്ലാ ബലഹീനതകളും മാറിപ്പോകട്ടെ. ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ബ്ലഡ് ഷുഗർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. തൈറോയിഡ് ഫങ്ഷൻ നോർമലാകട്ടെ. ശരീരത്തിലെ ബ്ലഡ് വർക്കുകളെല്ലാം നോർമലായിത്തീരട്ടെ. ഇപ്പോൾ ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുമ്പോൾ അങ്ങയുടെ ആരോഗ്യത്തിൽ ഇവർ നിറയട്ടെ, അങ്ങയുടെ സൗഖ്യത്തിൽ ഇവർ നിറയട്ടെ. അങ്ങയുടെ അത്ഭുതം തന്നെ മക്കളുടെ വെളിപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അപ്പോൾ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും ഞങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങ് തക്ക തുണകളെ ഒരുക്കണമേ. അങ്ങേക്കൊന്നും അസാധ്യമല്ലല്ലോ. മനുഷ്യനേകനായിരിക്കുന്ന അന്നല്ല എന്ന് കണ്ടിട്ടാണല്ലോ അങ്ങ് ആദമിന് ഹവ്വായെ കൊടുത്ത്. അതുപോലെ തന്നെ ദൈവീകമായ ഒരു ഇടപെടൽ ഇന്നത്തെ പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്കായി ഉണ്ടാകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിന് സ്തോത്രം. അതുപോലെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കർത്താവെ, സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു. കുടുംബത്തിൽ സമാധാനമില്ലാതിരിക്കുന്നവരെ ഓർക്കുന്നു. കർത്താവെ, ആമേൻ, ആത്മീകമായി പുറകോട്ടായിരിക്കുന്നവരെ, ഫാമിലി പ്രയർ ഒന്നുമില്ല, സമാധാനമില്ലാതെ അസ്വസ്ഥരായിരിക്കുന്നവരെ ഓർക്കുന്നു. അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കുടുംബങ്ങളിൽ നടക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞായറാഴ്ചയാണല്ലോ അപ്പേ. ലോകവ്യാപകമായി ആരാധന നടക്കുമ്പോൾ വലിയ ഉണർവ് ഈ ഭൂമിയിലേക്ക് അയക്കണമേ.
അഭിഷക്തന്മാരെ ഉപയോഗിക്കണമേ. അങ്ങയുടെ ജനത്തെ ഉപയോഗിക്കണമേ. കർത്താവിൻ്റെ സംരക്ഷണ വലയത്തിനുള്ളിൽ തൻ്റെ കുഞ്ഞുങ്ങളെ ആക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, കർത്താവ് അനുവദിക്കുന്ന പക്ഷേ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമുക്ക് സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ അതിനുവേണ്ടി ഇപ്പോഴേ ഒരുങ്ങുക. വലിയ പ്രതീക്ഷയോടുകൂടെ വേണം മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ. നിങ്ങളുടെ സമയം നിങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പ പ്രതിഫലം തരും എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടെ വേണം മീറ്റിങ്ങിനിരിക്കാൻ. കർത്താവ് നിങ്ങളെ നിശ്ചയമായിട്ട് നാളത്തെ മീറ്റിങ്ങിൽ നിങ്ങളെ സന്ദർശിക്കും. നിങ്ങളുടെ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കും. ആമേൻ. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ അറിയിച്ചാൽ നമുക്ക് ഒരുമിച്ച് സ്തോത്രം പറയാം. അതുമാത്രം അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായി വളരെ അർജൻറ്റായ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ, വളരെ അർജൻറ്റായ പ്രാർത്ഥനാ വിഷയങ്ങളാണെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ചുരുക്കം വാക്കുകളിൽ മെസ്സേജ് അയയ്ക്കുക. നമുക്ക് ഒരുമിച്ച് അതിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗലാത്യലേഖനം 6-ാം അധ്യായം, സെപ്റ്റംബർ മാസം 7-ാമത്തെ ദിവസം ഗലാത്യലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, സ്തോത്രം, ആ വാക്യമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്, എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവരുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇന്ന ആളുകളെന്നില്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും നന്മ ചെയ്യുവാൻ കർത്താവ് നമ്മളെ ഓർപ്പിക്കുക. അതിൻ്റെ മുകളിലത്തെ വാക്യം വായിക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് മനസ്സിലാകും. 9-ാമത്തെ വാക്യം പറഞ്ഞു, നന്മ ചെയ്യുകയിൽ മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നമുക്ക് കൊയ്ത്തുണ്ടാകും. അപ്പം ഈ നന്മ ചെയ്യുന്നതിനെ ഒരു വിത്തായിട്ട് കാണിച്ചിട്ട് പറയുകയാണ്. അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും നന്മ ചെയ്യണമെന്നാണ് കർത്താവ് നമ്മളെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പം നന്മ എന്ന് പറയുന്നത് ഒരു സീഡാണ്. നമ്മൾ ആർക്ക് നന്മ ചെയ്താലും അതൊരു സീഡാണ്. അതിനകത്ത് പറയുന്നു, നിശ്ചയമായിട്ടും നമുക്ക് ഒരു ഹാർവെസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് എപ്പോൾ അവസരം കിട്ടിയാലും നന്മ ചെയ്തോണം. ആമേൻ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിൻ്റെ ഉപ്പാകുന്നുവെന്നും ആമേൻ ഭൂമിയുടെ വെളിച്ചമാകുന്നുവെന്നും കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കർത്താവ് ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് ആകാൻ വേണ്ടി. ഉപ്പ് നമ്മുടെ മേശയിൽ ഒരു ഇൻഫ്ലുവൻസാണ്. ലൈറ്റ് ഒരു ഇൻഫ്ലുവൻസാണ്. ലൈറ്റ് ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇന്ന് രാവിലെ ഇപ്പം നേരം വെളുത്തുകൊണ്ടിരിക്കും. നേരം വെളുത്തില്ലെങ്കിൽ നമ്മൾ പറയുമോ എന്തൊരു ഇരുട്ടാണ്. വെളിച്ചം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളും ഭൂമിയിൽ ഒരു ഇൻഫ്ലുവൻസായി മാറും. എങ്ങനെ ഇൻഫ്ലുവൻസ് ആകാം? അതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, മറ്റുള്ളവരെ അനുഗ്രഹിക്കുക. ആമേൻ. മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുക. അങ്ങനെ നിങ്ങളായിരിക്കുന്ന സറൗണ്ടിങ്ങിൽ ഒരു ഇൻഫ്ലുവൻസ് ആകാൻ പറ്റും. നിങ്ങളുടെ ഫാമിലിക്ക് ഒരു ഇൻഫ്ലുവൻസ് ആകാൻ പറ്റും. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അത് ചെയ്യണമെന്ന്. അപ്പം ഒരു മദ്യപാനിയെ കണ്ടാൽ അവൻ മദ്യപിച്ച് നടക്കുന്നു എന്ന് പറയാതെ അവന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവൻ ബോധത്തോടിരിക്കുമ്പോൾ അവനെ പോയി ഉപദേശിക്കുവാനും അവനെ മദ്യപിപ്പിക്കുന്ന ദുഷ്ടയാത്മാവിനെ ശാസിക്കുവാനും കർത്താവ് നമ്മളിലൂടെ ആഗ്രഹിക്കുന്നു. ഒരു വഴിതെറ്റി പോകുന്ന കുഞ്ഞിനെ കാണുമ്പോൾ ആ കുഞ്ഞിനെ പോയി ഉപദേശിച്ച് അവനെ യഥാർത്ഥ വഴിയിൽ നടത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും അതിനകത്ത് വളരെ ജാഗരൂകരായിരിക്കണം. ദൈവം നമ്മളെ ഭൂമിയിലാക്കി വരിക്കുമ്പോൾ വെറുതെ ആക്കിയിരിക്കുകയല്ല. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഉത്തരവാദിത്വം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോഴുണ്ട്. രണ്ടാമത്തെ ഈ രണ്ടാം സെഞ്ചുറി 3-ാം സെഞ്ചുറിയുടെ സമയത്തൊക്കെ ഭയങ്കരമായ പകർച്ചവ്യാധികളുണ്ടായ സമയത്ത് എന്ത് ചെയ്തു? ദൈവമക്കളാണ് അന്ന് അവിടെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുവാനിടവന്നു. ആളുകളെ ജാതികളായവരെ മറ്റുള്ളവരെയൊക്കെ കെയർ ചെയ്യുവാനിടവന്നു. അത് ഭയങ്കരമായി ദൈവസഭയ്ക്ക് പ്രയോജനപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നന്മ ചെയ്യാൻ നമ്മളെപ്പോഴും നമുക്കുള്ളവർക്ക് മാത്രം നന്മ ചെയ്യും, നമ്മുടെ സിബ്ലിങ്സിന് മാത്രം നന്മ ചെയ്യും, അല്ലെങ്കിൽ കസിൻസിന് മാത്രം നന്മ ചെയ്യും. പോരാ, ചർച്ച വരുന്നവർക്ക് മാത്രം നന്മ ചെയ്യും. അതും ആവശ്യമാണ്. അത് പക്ഷേ പോരാ. വേദപുസ്തകം പറയുന്നത് സകല മനുഷ്യർക്കും നന്മ ചെയ്യണം. സകല മനുഷ്യർക്കും നന്മ ചെയ്യണം കേട്ടോ. സകല മനുഷ്യർക്കും നന്മ ചെയ്യണം. വീണ്ടും പരിശുദ്ധാത്മാവ് പറയുന്നു, സകല മനുഷ്യർക്കും നന്മ ചെയ്യണം. കണ്ടെത്തണം. നന്മ ആവശ്യമുള്ളവർക്ക്, ഉപദേശം ആവശ്യമുള്ളവർ, ചെറിയ സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നവർ. നിങ്ങളാകുന്നത് എന്തൊക്കെയാണ് അതൊക്കെ നിങ്ങൾ ചെയ്താട്ടെ. അത് നിങ്ങളെ ആ ദേശത്ത് ഇൻഫ്ലുവൻസ് ഉള്ളവരാക്കി മാറ്റും. കർത്താവ് ആഗ്രഹിക്കുന്ന വെളിച്ചവും ഉപ്പുമായി മാറുവാൻ അത് സഹായിക്കും.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുമ്പോൾ, ആമേൻ, കർത്താവ് നിങ്ങളെ തിരിച്ചു വിളിക്കുമ്പോൾ നിങ്ങൾ അവിടുന്ന് മാറുമ്പോൾ ഒരു മിസ്സിങ് അവിടെ ഉണ്ടാകും. ഇപ്പം വെളിച്ചം മാറിക്കഴിയുമ്പോൾ അവിടെ ഒരു മിസ്സിങ് ഉണ്ട്. ഉപ്പില്ലാതിരുന്നാൽ നമ്മൾ പറയും, അയ്യോ ഉപ്പില്ല, ഉപ്പില്ലല്ലോ എന്ന് പറയും. അതുപോലെ തന്നെ ആയിരിക്കണം. നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയും ഭർത്താവും മാത്രമല്ല നിങ്ങളെ മിസ് ചെയ്യേണ്ടത്. നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു വലിയ കൂട്ടമുണ്ടാകണം. അവർ പറയും, അയ്യോ ആ ബ്രദർ ഉണ്ടായിരുന്നപ്പോൾ, അല്ലെങ്കിൽ ആ സിസ്റ്റർ ഉണ്ടായിരുന്നപ്പോൾ. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നിങ്ങൾ ഇന്ന് നന്മ ചെയ്താൽ അത് ആയിരക്കണക്കിന് ആളുകൾ പറയുവാനിട വരും. അതുകൊണ്ട് നമ്മളെ സ്വർഗീയ സമ്പാദ്യമാണ് നന്മയെന്ന് പറയുന്നത്. നമ്മൾ ലഭിക്കുന്ന പൈസ മുഴുവനും നമ്മുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ നിക്ഷേപങ്ങൾക്കും വേണ്ടി മാത്രം മാറ്റാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. നന്മ ചെയ്യുന്നത് എങ്കിൽ അതിന് തക്ക സമയത്ത് കൊയ്ത്തുണ്ടാകും. നിങ്ങളെ അതൊരു ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തിയാക്കി മാറ്റും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും. വി ആർ ബ്ലസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.